ഹായ്, ഇന്നെന്താ പരിപാടി എന്നല്ലേ? നമുക്ക് കുറച്ച് മാങ്ങ പഴുപ്പിക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ പറിച്ചെടുക്കുക. ഇത് ആദ്യമായിട്ട് വീട്ടിലുണ്ടായിട്ടുള്ള ഉലർമാങ്ങയാണ് കേട്ടോ. 8 വർഷത്തിൻ്റെ മേലെ പ്രായമുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കായ്ക്കാതിരുന്നപ്പം എല്ലാവരും പറഞ്ഞ് മോതിരവട ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇട്ട് കൊടുത്തു. മാഷാഅല്ലാ നന്നായിട്ട് പൂവിട്ട് പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ മാങ്ങ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം. അപ്പോൾ ഈ മോതിരവട ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് 3-4 മാവിൽ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മാങ്ങ എല്ലാം തുടച്ചെടുത്തിട്ട് ഞാനൊരു ചെമ്പട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50 ഡിഗ്രിയിലുള്ള വെള്ളം, ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഫുള്ള് വെള്ളം ഒഴിച്ചു. സെയിം പാത്രത്തിൽ തന്നെ നന്നായിട്ട് വെള്ളം ചൂടാക്കിയെടുത്ത് ഇതെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നല്ല പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് നല്ല രീതിയിൽ നല്ല വെട്ടി തിളച്ച വെള്ളം സെയിം പാത്രത്തിൽ തന്നെ എടുക്കുക. അന്നേരം എന്താവും 50 ഡിഗ്രി ആവും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കല്ലുപ്പും കൂടെ വിതറി കൊടുക്കുക. നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചതാ. ഇനി വീണ്ടും നല്ല തിളച്ച വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് 50 ഡിഗ്രി വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് വരെ വെക്കാവൂ കേട്ടോ. അതിനുശേഷം നമുക്കിത് മാറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റായി നമുക്കിതിനെ മാറ്റി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പുഴുക്കളൊക്കെ ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. മുട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ വെന്ത് പോകും. അപ്പോൾ ഒരുപാട് സമയം വെക്കരുത്. മാക്സിമം ഒരു 2 മിനിറ്റ്. ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വൈക്കോൽ നികത്തി കൊടുക്കുക. നേരത്തെ കൈ വെച്ച മാങ്ങ നന്നായിട്ട് തുടച്ചെടുക്കുക. ഒട്ടും ഈർപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എല്ലാം അങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇതെല്ലാം മാങ്ങ ഇങ്ങനെ വെച്ചതിന് ശേഷം വൈക്കോൽ ഇതിൻ്റെ മേലെ വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതാ ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മളെ മാങ്ങേൻ്റെ അവസ്ഥ കണ്ടോ. നല്ല രീതിയിൽ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. കുറേ എണ്ണം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ചെണ്ണം പഴുക്കാനും ബാക്കിയുണ്ട്. പഴുത്ത് നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോ ഷേപ്പിൽ. വൈക്കോലിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കും. ഇതിൻ്റെ കൂടെ തന്നെ കണിക്കൊന്നൻ്റെ ഇലയും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല